ആദ്യം ശ്രീ സതീഷ് ഗോപി, ഈ ഹൈഡ്രോഗ്രാഫർ എന്നുള്ള പോസ്റ്റ് അത് ഈ തുറമുഖ വിദഗ്ധൻ എന്ന രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു ഒഫീഷ്യൽ പേരാണല്ലോ ഈ ഹൈഡ്രോഗ്രാഫർ എന്നുള്ളത്. വിഴിഞ്ഞത്ത് ഈ തുടക്ക സമയം മുതൽ താങ്കൾ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ആ തുടക്കം ഒന്ന് പറയാമോ? നമുക്ക് എന്നാണ് ഈ തുടക്കമെന്ന് പലർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെയാണ്. 1946 തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ജി മേനോൻ, അദ്ദേഹം തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാമത്തെ ബാച്ചാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്ന് കൊട്ടാരത്തിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് വിഴിഞ്ഞത്തൊരു തുറമുഖത്തിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ള പഠനം നടത്തി. അന്നത്തെ പിന്നീട് എന്താ പറയുന്ന സെക്സ്റ്റൻറ്റും റേഞ്ചിങ് റോഡും ഒക്കെ വെച്ചുകൊണ്ട് പഴയ മെത്തേഡിലാണ് അവർ ഈ ഏരിയ മുഴുവൻ സർവേ ചെയ്തത്. ഇന്നത് ആലോചിക്കുമ്പോൾ അവരങ്ങനെ സർവേ ചെയ്തല്ലോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. എന്തുകൊണ്ടോ അത് കഴിഞ്ഞിട്ടൊരു ബ്രിട്ടനിൽ നിന്നൊരു വിദഗ്ധൻ ഇവിടെ വന്നിരുന്നു. ആ ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധൻ്റെ പിന്നീട് മേൽനോട്ടത്തിൽ ഇവിടെ സർവേ പൂർത്തിയാക്കി. അപ്പോൾ കേരള തീരത്ത് തിരുവനന്തപുരം മുതൽ ഏകദേശം ആലപ്പുഴ വരെയുള്ള ഭാഗം സർവേ ചെയ്തല്ല, അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിൽ വിഴിഞ്ഞമാണ് ഏറ്റവും ഐഡിയൽ പ്ലേസ്, അതായത് ഐഡിയലായിട്ടുള്ള തുറമുഖം നിർമ്മിക്കാനുള്ള ഒരു ഐഡിയലായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. അതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എന്താ പറയുന്നത്, വിഴിഞ്ഞത്തിനെക്കുറിച്ച് വിഴിഞ്ഞം ഒരു തുറമുഖമാകാനുള്ള പ്രാഥമിക സ്റ്റെപ്പെന്ന് അതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ജി മേനോൻ സാറിനെ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിനുശേഷം 1987 തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്നൊരു പ്രോജക്റ്റ്, അത് IIT മദ്രാസിൻ്റെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഡോക്ടർ ജയകുമാർ എന്ന ഒരു ആളിൻ്റെ പ്രോജക്റ്റായിരുന്നു. ജയകുമാർ സാർ ഈ VISL CU ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് അത് നടപ്പിലാക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ PhD പ്രോജക്റ്റായിരുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് കൊടുത്തു. അങ്ങനെ തിരമാല ഏറ്റവും ശക്തമായി ഇന്ത്യൻ തീരത്ത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. 24 മണിക്കൂറും അവിടെ തിര വളരെ ശക്തമാണ്, തിരയ്ക്കൊരു കുറവും വരുന്നില്ല, തിരയുടെ ശക്തിക്കൊരു കുറവും വരുന്നില്ല എന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ ഒരു വിദഗ്ധ സംഘത്തെ അയക്കുകയും അവർ വന്ന വിഴിഞ്ഞം ഐഡിയൽ ലൊക്കേഷനാണ് ഈ പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്ന റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയകുമാർ സാറും അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു, അതായത് പിന്നീട് ചെന്നൈ IITയിൽ ഓഷൻ ടെക്നോളജിയുടെ ഹെഡായിരുന്ന ഡോക്ടർ രവീന്ദ്രൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരാളാണ്, ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു ഓഷൻ ടെക്നോളജി വിദഗ്ധനാണ്. അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ എവിടെയാണ് വിഴിഞ്ഞത്ത് ഈ കെയ്സോൺ സ്ഥാപിക്കേണ്ടത്, അതായത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കെയ്സോൺ സ്ഥാപിക്കേണ്ടത് എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് ചോദിക്കുകയും ഹൈഡ്രോഗ്രാഫിയിലെ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് നൽകുകയും ചെയ്തു. ആ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് നോക്കിയപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു ഡൗട്ട് വന്നു. അപ്പോൾ അവിടെയുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ശരിയാണ്. പ്രീവിയസ് ചാർട്ട് ചോദിച്ചു, അത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചാർട്ടുകൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും ആഴമുള്ളൊരു സ്ഥലം നമ്മുടെ കേരള കോസ്റ്റിലുണ്ടോ? ഇതിൻ്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ ചാർട്ട് പരിശോധിച്ചപ്പോൾ ലീസ്റ്റ് ലിറ്റോറൽ ഡ്രിഫ്റ്റാണ്, അതായത് അതിൻ്റെ മണൽ അടിയിലുള്ള അതിൻ്റെ താഴ്ഭാഗം, വെള്ളത്തിൻ്റെ അടിഭാഗത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഇവിടെ എത്രയാണ് പിന്നീട് ടൈഡൽ വേരിയേഷൻ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ മറുപടി കൊടുത്തു, സാർ ഇവിടെ ഹൈ ടൈഡും ലോ ടൈഡും വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം 30 സെൻറ്റിമീറ്ററാണ്. അദ്ദേഹം പറഞ്ഞു നെഗ്ലിജിബിളാണത്. ഇത്രയും ഐഡിയൽ ലൊക്കേഷൻ വെച്ചുകൊണ്ടാണോ നമ്മൾ ഒരു തുറമുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ പരതുന്നത്? ഒരു വലിയ തുറമുഖം നിർമ്മിക്കാൻ ഇതിൽ പരം ഇതാണ് നമുക്ക് വേണ്ടത്, എന്ത് കാര്യമാണ് നമുക്ക് വേണ്ടത്? പ്രകൃതിയാൽ അനുഗ്രഹിച്ച സ്ഥലമാണല്ലോ ഇത്, എന്തേ ഇത്ര വൈകിയത് എന്നൊരു ചോദ്യം ചോദിച്ചു. 1987-88 അതായത് അന്ന് നയനാർ സർക്കാർ ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ അതൊരു തുറമുഖത്തിന്റെ ചർച്ചകളുടെ തുടക്കം തീർച്ചയായിട്ടും അതൊരു എന്താ പറയുന്ന ഒരു ബീജാവാപമായിരുന്നു. ആ അന്ന് താങ്കൾ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി ഇതുവരെ എത്തി നിൽക്കണു. വർഷങ്ങൾ എത്ര കടന്നുപോയി എന്ന് ചിന്തിക്കുമ്പോൾ ഇതിലൊരു ലാഗ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉത്തരം പറയും, കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ലാഗ് ഉണ്ടാകില്ലായിരുന്നു എന്ന് ഞാൻ ഉത്തരം പറയും. അത് നമ്മൾ പിന്നീട് പൊളിറ്റിക്കലായിട്ടൊന്നും അത് കണക്കാക്കുന്നതല്ല. ഒരു ലാഗ് വന്നു. ആ
ലാഗ് നമ്മൾ കണക്കാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത സർക്കാർ വന്നപ്പോൾ ഈ എം വി രാഘവൻ ഷിപ്പിംഗ് മന്ത്രിയായിരുന്ന സമയത്താണല്ലോ ഇതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ വിഴിഞ്ഞം തുറമുഖം എന്ന ആ ഐഡിയയിലേക്ക് വന്നത് അല്ലേ? അതെ. പിന്നെ അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ ആ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വിഴിഞ്ഞം പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം വിഴിഞ്ഞം പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് അന്ന് പോർട്ട് മലേഷ്യയിലെ ഒരു പോർട്ടിലെ പിന്നീട് CEO ആയിരുന്ന ജയകുമാർ സാറിനെ ഇങ്ങോട്ട് വിളിക്കുകയും ശ്രീ എം വി രാഘവൻ അദ്ദേഹത്തിന് തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് തുറമുഖത്തിനൊരു എന്താ പറയുന്ന ഒരു മൊമെൻറ്റം വന്നത്. 2005 ജനുവരി മാസത്തിൽ VISL എന്നുള്ള ഒരു ഓഫീസ് തുടങ്ങി. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ CEO ആയിട്ട് പിന്നീട് ജയകുമാർ സാറും അതിലെ സീനിയർ മാനേജർ പ്ലാനിംഗ് ആയിട്ട് എന്നെയും. അപ്പോൾ അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ്? അതിന് ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ 12 വർഷത്തോളം ഗ്യാപ്പില്ല. 12 വർഷത്തോളം ഗ്യാപ്പ്. അത് എന്താണ് ഈ പ്രോജക്റ്റ്, എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് എന്നുള്ള ഈ രീതിയിൽ ഇങ്ങനെ അത് ജയകുമാർ സാർ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് അതിനൊരു മൊമെന്റം ഉണ്ടായത്. അതായത് കണ്ടെയ്നർ ടെർമിനൽ എന്നുള്ള ഐഡിയ. തീർച്ചയായിട്ടും അതായത് പിന്നെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നൊരു ആശയം ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് തന്നെ വല്ലാർപാടും കൊച്ചിയിൽ ചർച്ചകളിലായിരുന്നു. പക്ഷെ അതൊരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അല്ല, അതൊരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അല്ല. ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നുള്ള ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട്, ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് നമുക്ക് മദർ പോർട്ട് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനൊക്കെ ഉള്ളൂ. അതായത് വലിയ ചരക്ക് കപ്പലുകൾ വന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന സ്ഥലം. അവിടെ ഒരു ചെറിയ തിരുത്ത് എനിക്കുണ്ട്. ഇപ്പോൾ വലിയ ചരക്ക് കപ്പൽ കയറുന്ന പോർട്ട് ഇന്ത്യയിൽ വേറെയുണ്ട്. പക്ഷെ അത് ആ പോർട്ടിലേക്ക് വരുന്ന കാർഗോ മാത്രമാണ് അവിടെ ഇറക്കുന്നത്. അവിടെ കാർഗോ ഇറക്കി വെച്ച് മറ്റുള്ള കപ്പലുകൾ വന്ന് ഇതിനെ എടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് അതൊരു മദർ പോർട്ട് എന്നുള്ള വിശേഷണം തീരെ 100% അതിന് അനുയോജ്യമാണ്. വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുമാണ്. അതായത് ഇവിടെ കാർഗോ ഇറക്കി വെക്കുന്നു, അതായത് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്നു, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു മദർ പോർട്ടുമാണ്. അതായത് ഒരു സ്ഥലത്തുനിന്ന് എടുക്കുന്നു, ഒരു തുറമുഖത്ത് നിന്ന് കാർഗോ എടുക്കുന്നു. ഈ കാർഗോ പോകേണ്ടത് വേറൊരു തുറമുഖത്താണ്. പക്ഷേ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ തുറമുഖത്ത് വന്ന് ചെറിയ കപ്പലുകൾ വന്ന് അവയ്ക്കുള്ള പിന്നീട് കണ്ടെയ്നേഴ്സ് എടുത്തുകൊണ്ട് അത് ഫീഡർ വെസൽ എടുത്തുകൊണ്ട് ബാക്കിയുള്ള തുറമുഖങ്ങളിലേക്ക് പോകുമ്പോഴാണ് മദർ പോർട്ട് എന്നുള്ള ആശയം 100% യാഥാർത്ഥ്യമാവുന്നത്. അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വളരെ യാഥാർത്ഥ്യമാകും. എന്തുകൊണ്ടാണ്? വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽച്ചാലുകൾ പോകുന്നത്. ഈ കപ്പൽച്ചാലിലൂടെ ഒരു ദിവസം പോകുന്ന കപ്പലിൻ്റെ എണ്ണം 200 അപ്പോൾ നമ്മുടെ കൺവെട്ടത്ത് 200 കപ്പലുകൾ ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ കപ്പലിൽ ഒരു 10% വിഴിഞ്ഞത്ത് വന്നാൽ വിഴിഞ്ഞത്തിൻ്റെ ടേൺ ഓവർ എന്താവും? ഇവിടുന്ന് കാർഗോ തീർച്ചയായിട്ടും ഉണ്ടാവും, വെളിയിലേക്ക് പോകാൻ കാർഗോ ഉണ്ടാവും, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കണ്ടെയ്നർ ഇവിടെ ഇറക്കി വയ്ക്കാം. അതാണ് ഗുണം. പിന്നെ ഈ 2005 വരെ താങ്കൾ പറഞ്ഞു, അപ്പോഴേക്കും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഏറ്റിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഈ പൊളിറ്റിക്കൽ തർക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. താങ്കൾ പക്ഷേ അതിന്റെ എല്ലാം നേർ സാക്ഷിയാണ് അല്ലേ? ഏത് വർഷം വരെ താങ്കൾ ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത് ഹൈഡ്രോഗ്രാഫറായിട്ട്? ഹൈഡ്രോഗ്രാഫറായിട്ട് വിഴിഞ്ഞം എന്നുള്ളതല്ല, ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം തുറമുഖ വകുപ്പിന്റെ. അതെ, അത് ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നു. അടുത്ത സമയം 2018 വരെ ഉണ്ടായിരുന്നു. 2005 കൂടി ഇതിന് ചിറക് മുളച്ചു. പിന്നെ അത് വളരെ വേഗത്തിലായിരുന്നു. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് ടെൻഡർ ഒരു കമ്പനിക്ക് അവാർഡ് ചെയ്ത കമ്പനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഒരു ചൈനീസ് കമ്പനി. അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇത് വളരെയധികം ലാഗ് ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, ഈ പ്രോജക്റ്റ് തമിഴ്നാടിനോ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനോ കർണാടകയ്ക്കോ പോയിരുന്നുവെങ്കിൽ അവരായിരുന്നുവെങ്കിൽ ഈ പ്രോജക്റ്റ് അടിവരയിട്ട് തന്നെ പറയാം ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഇത് പ്രാവർത്തികമാകുമായിരുന്നു. തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ പ്രാധാന്യം. അത് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, വേറൊന്നും പറയുകയല്ല. പക്ഷെ കുറേ ലാഗിങ് വന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ വരേണ്ടി വന്നു. BS-ന്റെ കാലത്ത് ഒരുപാട് ചർച്ചകൾ നടത്തി, കരാർ ഒപ്പിടാൻ വേണ്ടി. പിന്നെ 2005 നിന്ന് കൃത്യം 10 വർഷം കൂടി മുന്നോട്ട് പോയി 2015 അദാനിയുമായിട്ടുള്ള കരാർ ഒപ്പിടുന്നു. പിന്നെ ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ ഈ സർക്കാർ വന്നപ്പോൾ അതിന് വന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്, സർക്കാർ അധികാരമേറ്റപ്പോൾ പിന്നെ വന്നത് കോവിഡ് കാലഘട്ടവും അതുപോലെ അതുപോലെയുള്ള ചുഴലിക്കൊടുങ്കാറ്റുകൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ആക്സിലറേഷന് ഒരു ബ്രേക്കിംഗ് കൊടുത്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പ് തന്നെ ഇത് ഇന്നത്തെ രീതിയിൽ പ്രാവർത്തികം ആവുമായിരുന്നു. ശരിയാണ്. ഇപ്പോൾ ശ്രീ M. പ്രകാശൻ